ഇന്നലത്തെ ചിക്കൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് സവാളയൊക്കെ വഴറ്റി പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ചിക്കൻ അതിനകത്തേക്ക് തട്ടി അങ്ങോട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അവസാനം അതിൻ്റെ മുകളിൽ തക്കാളി നല്ല ഭംഗിയിൽ റൗണ്ട് ആക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. അപ്പം വയറ്റി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത് നമ്മളെ വാഴപ്പിണ്ടില്ലേ, നമ്മളെ വായൻ്റെ അടുത്തുള്ള ആ വെള്ള സാധനവും പിന്നെ നമ്മളെ കപ്പയും കൂടെ ഒടിച്ചു പുഴുങ്ങിയിട്ട് തേങ്ങയൊക്കെ വറന്ന് അങ്ങോട്ട് ഒഴിക്കാം. ഇതൊരു കറിയാണ്, കറി എന്ന് പറയാൻ പറ്റില്ല, പുഴുക്കാണ്. ഇത് നല്ലതാണ്, നമ്മളെ വയറിനൊക്കെ നല്ലതാണ്. വാഴപ്പിണ്ടിയൊക്കെ വയറിന് ദഹനത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് കടുകും വേപ്പിലയും കൂടെ ഒന്ന് താളിച്ച് ഒഴിക്കുന്ന നല്ല ടേസ്റ്റുള്ള കാര്യം കേട്ടോ. കാണുമ്പോൾ തന്നെ ചില നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റുള്ള കാര്യമാണ്. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട്. ചിക്കൻ കറിയല്ല, കുറച്ച് വരട്ടി റോസ്റ്റ് പോലെ അങ്ങനെയാണ് വെച്ചിട്ടോ. പിന്നെ അവസാനം മല്ലിയെല്ലാം കൂടെ ഇട്ടു. പിന്നെ ഇത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് ഞാൻ നന്നായിട്ട് ചെത്തിയിട്ട് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും. നമ്മളിങ്ങനെ അല്ലാണ്ട് വെക്കുമ്പോൾ വാടി പോലെ 2 ദിവസം കഴിയുമ്പോൾ. പക്ഷേ ഇതിങ്ങനെ ചെത്തിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. നല്ല ഇടിക്കടിക്കായി ഓരോന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് കണക്കൊക്കെ എഴുതി വെക്കാണ്ട്, നമ്മളെ വരവ് ചിലവ് ലോൺ അങ്ങനത്തെ കണക്കൊക്കെ എഴുതിക്കണം, അതൊക്കെ എഴുതി വെച്ചു. പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കധികം ഫോളോവേഴ്സ് ഒന്നുമില്ല. ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഫോളോ ചെയ്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് അൺഫോളോ ചെയ്യരുത്. അത് ഭയങ്കര വിഷമമുള്ള കാര്യം കേട്ടോ. അപ്പം